നിങ്ങൾ ഏതായാലും വിപണിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നിഫ്റ്റി 50 നോക്കുമ്പോൾ ഫ്ലാറ്റ് നെഗറ്റീവും ബാങ്ക് നിഫ്റ്റി പോസിറ്റീവായ ഒരു നോട്ടിലുമാണ് ട്രേഡിംഗ് തുടരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ ഇപ്പോഴത്തെ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു അപ്ഡേറ്റ്സുകൾ? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. നിലവിൽ പരിശോധിക്കുമ്പോൾ 25,723 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിലെ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിലേക്ക് വരുമ്പോൾ നിലവിൽ ഇപ്പോൾ 24 ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുമ്പോൾ 26 ഓഹരികളിൽ ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 0.5% മുകളിലുള്ളൊരു നേട്ടം, അതായത് 150 പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു നേട്ടം നിലനിർത്തിക്കൊണ്ട് 57,925 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്ക് ഒരു ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 8 ബാങ്കിങ് ഓഹരികൾക്ക് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുമ്പോൾ 4 ബാങ്കിങ് ഓഹരികളാണ് ഒരു ഇടിവ് ഇപ്പോൾ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു എക്സ്പ്ലോസീവ് മൊമെൻറ്റം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീറാം ഫിനാൻസ് ആണ്. ഏകദേശം 5% മുകളിലുള്ളൊരു നേട്ടം ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രകടമാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു മികച്ച ഒരു പാദഫലം തന്നെ കമ്പനിക്ക് ഒരു പിന്തുണയാകുന്നു. കൂടാതെ മഹീന്ദ്ര പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.25% ഒരു നേട്ടമാണ് മഹീന്ദ്ര രേഖപ്പെടുന്നത്. ഇത് മികച്ച ഒരു ഓട്ടോ സെയിൽസ് ഡാറ്റ തന്നെയായിരുന്നു മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ സെയിൽസ് പരിശോധിക്കുകയാണെങ്കിലും എക്സ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിലും എല്ലാ സെഗ്മെൻറ്റിലും ഒരു നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ONGCയിലേക്ക് വരികയാണെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് പരിശോധിക്കുമ്പോഴും ഏഷ്യ മോട്ടോഴ്സും ഒക്കെ തന്നെ ഒരു 0.25% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുന്നു. അതിൽ തന്നെ ഏഷ്യ മോട്ടോഴ്സ് പരിശോധിക്കുകയാണെങ്കിലും ഈ ഒരു ഫെസ്റ്റീവ് ഡിമാൻഡിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് റോയൽ എൻഫീൽഡ് അടക്കമുള്ള ബൈക്കുകളൊക്കെ തന്നെ ഒരു റെക്കോർഡ് സെയിൽസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാഴ്ച കൂടിയായിരുന്നു ഏഷ്യ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിച്ചിരുന്നത്. ഇടിവിലേക്ക് വരികയാണെങ്കിൽ മാരുതി സുസുക്കിയാണ് ഇന്നത്തെ ആ ഒരു ഇടിവിൻ്റെ ആ ഒരു ലിസ്റ്റ് ഇപ്പോൾ ടോപ്പ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 2.5% മുകളിലുള്ളൊരു ഇടിവ് മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട്. മാരുതി സുസുക്കി പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി തന്നെ മാരുതി സുസുക്കിയുടെ ഒരു ഓട്ടോ സെയിൽസിൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ആ ഒരു പ്രതീക്ഷക്ക് തുയരാൻ വേണ്ടിയിട്ട് മാരുതി സുസുക്കി സാധിച്ചിട്ടില്ല. അതായത് ഒരു നമ്പർ വൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പെർസെൻറ്റേജ് ടേംസിലൊക്കെ തന്നെ ഒരു ഇൻക്രീസ് ഉണ്ടാവുമെങ്കിലും ഒരു വലിയ രീതിയിലുള്ള ഒരു കുതിപ്പുണ്ടായിട്ടില്ല എന്നത് മാരുതി സുസുക്കിക്ക് ഒരു തിരിച്ചടിയായിട്ടുണ്ട്. കൂടാതെ ടൈറ്റൻ കമ്പനി പരിശോധിക്കുകയാണെങ്കിൽ ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 1.5% ഒരു ഇടിവും ഉണ്ടാകുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഏകദേശം ഒരു 160 പോയിന്റുകളുടെ ഒരു നേട്ടമാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ഇപ്പോൾ രേഖപ്പെടുന്നത്. ഇതിൽ തന്നെ ഓഹരികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 3.5% മുകളിലുള്ളൊരു നേട്ടം നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഇത് വളരെ മികച്ച രീതിയിലുള്ള ഒരു പാദഫലം തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ഈ ഒരു ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് ഇൻവെസ്റ്റക്ക് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 325 രൂപയാണ്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 288 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ബാങ്ക് ഓഫ് ബറോഡയിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ റിട്ടേൺ ഓൺ അസറ്റും ശക്തമായിട്ടുള്ള ഒരു ഗ്രോത്തും രേഖപ്പെടുത്തുന്ന വളരെ മികച്ച ഒരു പെർഫോമൻസും ഓഹരിയിൽ രേഖപ്പെടുന്നു. സെക്ടറുകൾ പരിശോധിക്കുകയാണെങ്കിലും ഓവറോൾ നോക്കുമ്പോൾ കൂടുതൽ സെക്ടറുകളും ഒരു പോസിറ്റിവിറ്റി നിലനിർത്തുന്ന ഒരു കാര്യം കൂടിയാണ് സെക്ടറുകളുടെ ഭാഗത്ത് നിന്നും നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവ് ടോൺ ഇപ്പോൾ സെക്ടറുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. എന്നാലും നിഫ്റ്റി 50 പരിശോധിക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വിഷ്ണു.